ആഖിറത്തിന്റെ ഒരൊറ്റ ദിവസമെന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ 50,000 വർഷത്തെ ദൈർഘ്യമാണ്. നരകത്തിന് വേണ്ടി പണിയെടുക്കുന്ന പൊന്നുപോലെ ദിവസത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടുന്നതിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ സ്വർഗത്തിന്റെ അവാജ്യമായ അനന്തമായ അനുഭൂതികളുടെ വിസ്മയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നിസ്കാരത്തിന് വേണ്ടി അനുഗ്രഹീതമായ കടുവൈ പള്ളിയിൽ നിന്ന് അന്തരീക്ഷത്തോളം ഉയരത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മണിമന്ദിരത്തിന്റെ മിനാരത്തിന്റെ മുകളിൽ നിന്ന് 5 തവണ സ്വർഗത്തിന് വേണ്ടി വിളിക്കപ്പെടുമ്പോ ആ വിളിക്ക് ഉത്തരം ചെയ്യാത്ത തരത്തിൽ ദുനിയാവിന്റെ സുഖകരമായ മേച്ചൽപ്പുറങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ നിസ്കാരം കളാക്കുന്ന സഹോദരാ, പകലന്തിയോളം ടിവിയുടെ മുമ്പിൽ തപസ്സിരിക്കുമ്പോ അള്ളാഹുവിന്റെ നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുമ്പോ ആ വിളിക്ക് പോലും ഉത്തരം ചെയ്യാതെ ടിവിയുടെ മുമ്പിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിന് പണിയെടുക്കാൻ തന്ന പരിശുദ്ധമായ സമയങ്ങളെ ശാപമാക്കി തള്ളിക്കളയുന്ന പൊന്നുമോളെ, അള്ളാഹുവിന്റെ നരകത്തിന്റെ തീക്ഷ്ണത കണ്ടറിഞ്ഞോ? 50,000 വർഷത്തെ ദൈർഘ്യമാണ് ആഖിറത്തിന്റെ ഒരൊറ്റ ദിവസത്തിനെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുമ്പോ അങ്ങനത്തെ 3000 വർഷമാണ് പൊന്നു സഹോദരാ ഈ നരകത്തെ അള്ളാഹു കത്തിച്ചു തീർത്ത് കളഞ്ഞത്. ആഖിറത്തിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ 50,000 വർഷത്തെ ദൈർഘ്യമാണെങ്കിൽ എത്ര വർഷമാണ് പ്രിയപ്പെട്ടവരെ, എത്ര നാളാണ് അല്ലാഹു തആല, എത്ര കാലമാണ് ഈ നരകത്തെ കത്തിച്ചതെന്നും ഓർത്ത് നോക്കിക്കേ. ആദ്യം 1000 വർഷം ഈ നരകത്തെ അല്ലാഹു കത്തിച്ചു കളഞ്ഞു. അങ്ങനെ 1000 വർഷം ഈ നരകത്തെ കത്തിച്ചു തീർന്നപ്പോ നരകം വല്ലാതെ വെളുത്തു. എന്റെ കടുവയിലെ ഉമ്മ, നിന്റെ 50 വർഷത്തെ ജീവിതത്തിനിടയിൽ ഒരു തവണ പോലും തീ കാണാത്ത പകല് നിനക്ക് കടന്നു പോയിട്ടില്ല എങ്കിൽ ഇന്നോളം ഒരു വെളുത്ത കളറുള്ള തീയെ ചിന്തിക്കാ എന്റെ ഉമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉമ്മ, ഇന്നോളം വെളുത്ത തീനാളങ്ങൾ നീ കണ്ടിട്ടുണ്ടോ? ഉമ്മ, അതുകൊണ്ട് നരകത്തിന് പണിയെടുക്കണ്ട. ഒരയൽക്കാരെയും നിന്റെ നാവ് കൊണ്ട് വേദനിപ്പിക്കണ്ട. ഭർത്താവിനോട് അനുസരണക്കേട് വേണ്ട മോളെ. 1000 വർഷം കൊണ്ട് അല്ലാഹു തീർത്ത് കളഞ്ഞില്ല. ഇന്റർനെറ്റിലൂടെ അന്യ പെണ്ണിന്റെ ശരീരങ്ങൾ കണ്ടുകൊണ്ട് അല്ലാഹു നൽകിയ ലൈംഗികതയാകുന്ന അനുഗ്രഹം പോലും ക്രീഡകളാക്കി തള്ളി നീക്കുമ്പോ ഈ അനീതിക്കെതിരെ, ഈ അതിക്രമം ചെയ്ത് നിന്നെ പച്ചക്കരിക്കാ പൊന്നുമോനെ, ഈ 1000 വർഷം കത്തിച്ച് വെളുത്ത കളറായി പോയ നരകമല്ലാക്ക് മതി വന്നില്ല. വീണ്ടും 1000 വർഷം കൂടെ നരകത്തെ കത്തിക്കുന്നു. അങ്ങനെ 2000 വർഷം പൂർത്തിയായപ്പോ ഈ നരകം വല്ലാതെ ചുവന്നു പോയി. ഭാര്യമാരെ വഞ്ചിക്കുന്ന ഭർത്താക്കളെ, ഈ വഞ്ചനയ്ക്ക് അല്ലാഹു തആല ഒരുക്കുന്ന ശിക്ഷയാകുന്ന നരകം 2000 വർഷം കത്തിച്ചു തീർന്നപ്പോ അത് വല്ലാതെ ചുവന്ന കളറായി മാറിയപ്പോ ആ നരകത്തിന്റെ തീക്ഷ്ണതയും അല്ലാഹുക്ക് മതി വന്നില്ല. സനാതന മൂല്യങ്ങൾ തകർത്തെറിഞ്ഞ, സദാചാര ബോധമില്ലാതെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ധർമ്മവീതിയിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിക്കുന്ന, ജീവിതത്തിന്റെ ധർമ്മം എന്താണെന്നറിയാതെ ജീവിക്കുന്ന, നിന്നെ ചുട്ടരിക്കാൻ, നിന്നെ കൊളുത്തി അവസാനിപ്പിക്കാൻ ഈ 2000 വർഷം കത്തിച്ച നരകമല്ലാക്ക് മതി വന്നില്ല. വീണ്ടും 1000 വർഷം കൂടി കത്തിക്കുന്നു. അങ്ങനെ 3000 വർഷം കത്തിച്ചു തീർന്നപ്പോ ഹത്തസ്വദ്ദത്ത് നരകം വല്ലാതെ കറുത്തു. കല്ലൈലിൽ മുദ്ലിമാ,
ചരിത്ര പ്രസിദ്ധമായ റജബിന്റെ 27ാമത്തെ സുദിനത്തിൽ ആകാശഗംഗകളുടെ സീമകൾക്കപ്പുറങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ പുണ്യസവിധത്തിലേക്ക് ചെന്നെത്താൻ അള്ളാഹു അവസരം നൽകിയ ലോകത്തിന്റെ മുത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തെ കണ്ടിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മക്കളെ, അനീതി നമുക്ക് വേണ്ട, നരകത്തിന് വില പറയണ്ട. കല്ലൈലിൽ മുദ്ലിമാ, ഞാൻ കണ്ട നരകേ പാതിരാത്രിയുടെ ഇരുളിന്റെ മുറ്റലെങ്ങനെയാണോ ഇതേപോലെ ഇരുളിന്റെ തീക്കട്ടകളാണ് നരകം. ഇരുളിന്റെ സങ്കേതമാണ് നരകം. അതാണ് നരകത്തിന്റെ തീക്കട്ടകൾ. അങ്ങനെയാക്കി അള്ളാഹു ജ്വലിപ്പിച്ച് നിർത്തിയിരിക്കുകയാ ഈ നരകത്തെ. അതുകൊണ്ട് ആ നരകത്തിന് വേണ്ടി പണിപ്പെടണ്ട എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. നരകം എന്താണെന്ന് തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ. താങ്ങുമോ? അള്ളാഹുവിന്റെ ഈ നരകത്തെ സഹിക്കാൻ നമുക്ക് പറ്റുമോ? ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമി മണ്ണിൽ ഇറങ്ങി വന്നിട്ട് പൊട്ടിക്കരഞ്ഞു ഈ നരകത്തെ ഓർത്തിട്ട്. അൽ ജവാമിഉൽ അഹാദീസുൽ ഖുദ്സിയ എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. ഈ ദുനിയാവിലെ നമ്മൾ ഉപയോഗിക്കുന്ന തീനാളം പോലും നരകത്തിന്റെ തീനാളത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നരകത്തിന്റെ ഈ പറയപ്പെട്ട വല്ലാത്ത കൂരിരുട്ട് പോലെ കിടക്കുന്ന നരകത്തിന്റെ തീനാളുണ്ടല്ലോ, ഈ തീനാളത്തിൽ നിന്നിട്ടാണ് ദുനിയാവിന്റെ തീനാളത്തെ അല്ലാഹു തആല കൊണ്ടുവന്നത്. ആദം നബി അലൈഹിസ്സലാം ഭൂമിയിൽ അവതരിക്കപ്പെട്ടല്ലോ. അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കി. ഹവ്വാ റളിയല്ലാഹു അൻഹ ഇറക്കപ്പെട്ടു, ഇബ്ലീസിനെ ഇറക്കപ്പെട്ടു. എവിടെയായി ഇവരൊക്കെ ഇറക്കപ്പെട്ടത്? അങ്ങനെ ആദം നബി അലൈഹിസ്സലാം ഭൂമിയിൽ ഇറക്കപ്പെട്ടപ്പോൾ ഭൂമി തീ കണ്ടിട്ടില്ല. ഭൂമി തീ കണ്ടിട്ടില്ല. ആദമിനും മക്കൾക്കും ഇവിടെ ജീവിക്കാൻ തീനാളം വേണം. തീനാളം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. 3 അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഈ 3 അനുഗ്രഹങ്ങളുടെയും സൃഷ്ടിപ്പിന്റെ മറ്റൊരു രഹസ്യം, ഇത് 3ഉം അദാബായിട്ട് മാറ്റപ്പെടാം. ഒന്ന് തീ. ഇത് വിലമതിക്കാനാകാത്ത ഒരു അനുഗ്രഹം. ഇതില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം പാചകം ചെയ്ത് ജീവിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ഈ തീ കൊണ്ട് തന്നെ അല്ലാഹു ഒരു വിഭാഗത്തെ കൊന്നു തീർക്കും. മറ്റൊന്ന് വെള്ളം. ജീവിതത്തിന്റെ അത്യന്താപേക്ഷിതമായ മറ്റൊരു അനുഗ്രഹമാണ്. വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ഈ വെള്ളം കൊണ്ട് തന്നെ ഒരു വിഭാഗത്തെ അല്ലാഹു നോക്കിക്കൊണ്ടു. മറ്റൊന്ന് വായു. ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ഈ വായു തന്നെ വലിയ കൊടുങ്കാറ്റിന്റെ രൂപത്തിലെത്തിയിട്ട് അങ്ങനെയും ഒരു വിഭാഗത്തെ അല്ലാഹു തആല കൊന്നുകളയുന്ന പ്രകൃതി ദുരന്തങ്ങളാണ്. എന്തോ ആവട്ടെ പ്രിയപ്പെട്ടവരെ, അക്കൂട്ടത്തിൽ ആദം നബി അലൈഹിസ്സലാം ഭൂമിയിൽ ഇറക്കപ്പെട്ടപ്പോ ഇവിടെ തീ വേണ്ടേ? അള്ളാഹു ജിബ്രീലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജിബ്രീലെ, നരകത്തിലേക്ക് പോകുക. നരകത്തിൽ നിന്ന് മാലിക്കിനോട് പറഞ്ഞിട്ട് ഒരല്പം തീ കൊണ്ടുവന്ന് ദുനിയാവിലേക്ക് കൊടുക്കുക. കാരണം ദുനിയാവിലുള്ള ആദമും മക്കളും ഇനി ഞാൻ നിശ്ചയിക്കുന്ന കാലം വരെ ദുനിയാവില്. അപ്പൊ അവർക്ക് ആ കാലത്ത് ഉപയോഗിക്കാൻ തീ വേണം, അതുകൊണ്ട് കൊണ്ടുവരാം. മാലിക് അലൈഹിസ്സലാമിനെ കാണാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു ചെന്നു. വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ചുരുക്കി പറയുക, വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാലിക് അലൈഹിസ്സലാം ചോദിച്ചു, ആട്ടെ, ദുനിയാവിൽ എത്ര തീനാളം വേണം നരകത്തിൽ നിന്ന്? ജിബ്രീൽ അലൈഹിസ്സലാം കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞു, കൂടുതലൊന്നും വേണ്ട മാലിക്കേ, മിസ്ലു തംറ, ഒരു കാരക്കയുടെ അളവോളം തീനാളം തരാം. നമ്മൾ പറയുന്ന ഈത്തപ്പഴം, ഈ കാരക്കയുടെ അളവോളം തീനാളം ദുനിയാവിന് വേണ്ടി ചോദിച്ചു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ഈ ചോദ്യം കേട്ട മാലിക് അലൈഹിസ്സലാമിന് ഇഷ്ടപ്പെടാത്തതുപോലെ ജിബ്രീലിന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ആ നോട്ടത്തിന്റെ ആശയം പിടികിട്ടിയ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടിക്ക് വേണ്ടി കൊതിച്ചു നിന്നപ്പോ മാലിക് അലൈഹിസ്സലാം ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീൽ, നിങ്ങൾ എന്തർത്ഥത്തിലാണ് ദുനിയാവിൽ ജീവിക്കുന്ന ആദമിനും മക്കൾക്കും വേണ്ടി നരകത്തിന്റെ കാരക്കയുടെ അളവോളം തീനാളം ചോദിക്കുന്നത്? നിങ്ങൾ ചോദിക്കുന്ന കാരക്കയുടെ അളവോളം വരുന്ന തീനാളം, നരകത്തിന്റെ തീനാളം നിങ്ങൾ ദുനിയാവിലേക്ക് കൊണ്ടുപോയാൽ ഈ ദുനിയാവ് ഭൂമുഖം ആദ്യമായി തീനാളം ദർശിക്കുന്ന ആദ്യ സെക്കൻഡിൽ തന്നെ ഭൂമി മുഴുവനും ചുട്ട് ചാമ്പലായി ചാരമായി പോകും ജിബ്രീൽ. ഇതാണ് നരകം പ്രിയപ്പെട്ടവരെ. നരകത്തിന്റെ ഒരു കാരക്കയുടെ അളവോളം തീനാളം ചോദിച്ചപ്പോഴാ പറയണത്. ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, കാരക്കയുടെ കുരുവിന്റെ അളവോളം തീനാളം തരാൻ പറഞ്ഞു. മാലിക് അലൈഹിസ്സലാം വീണ്ടും പ്രതികരിച്ചു. കൂടുതലും ചിന്തിക്കാതെ വീണ്ടും പറഞ്ഞു, ജിബ്രീൽ, നിങ്ങൾ പറയുന്ന ഈത്തപ്പഴത്തിന്റെ കാരക്കയുടെ കുരുവിന്റെ അളവോളം തീനാളം നിങ്ങൾ ദുനിയാവിലേക്ക് കൊണ്ടുപോയാൽ
ആ തീനാളം നിങ്ങൾ ദുനിയാവിലേക്ക് കൊണ്ടുവെക്കുന്ന നേരത്ത് തന്നെ ഈ ദുനിയാവിലുള്ള സമുദ്രം മുഴുവനും കത്തി എരിഞ്ഞു പോകും. ജിബ്രീൽ, നിങ്ങൾക്കറിയില്ല നരകം എന്താണെന്ന്. ആലോചിച്ചോ പ്രിയപ്പെട്ടവരെ, ഈ നരകത്തിന് ഞാനും നിങ്ങളും പണിയെടുക്കുന്നത്. അതുകൊണ്ടാണ് 1000 തവണ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ആദർശ ജിഹ്വയായ വിശുദ്ധ ഖുർആനിലൂടെ ഈ നരകത്തിനെ തൊട്ട് താക്കീത് ചെയ്യുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത്. പക്ഷേ നമ്മളെ മുഖവിലേക്ക് എടുത്തിട്ടില്ല. അവസാനം ആ നരകത്തിന്റെ ചാര നിന്നുകൊണ്ട് പൊട്ടിക്കരയേണ്ടവരായി ഞാനും നിങ്ങളും മാറാതിരിക്കട്ടെ. അല്ലാഹു ആ അത്തരത്തിലുള്ള ഭാഗ്യം നരകത്തിന്റെ മോചനം കൊണ്ട് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം ധർമ്മസങ്കടത്തിലായി. എന്താപ്പോ ഞാൻ ചോദിക്കുക, എത്ര കൊണ്ടുപോകും ദുനിയാവിൽ? മാലിക് അലൈഹിസ്സലാമിനും അറിയില്ല എത്ര കൊണ്ടുപോകണമെന്ന്. അവസാനം സ്ഥലകാല സങ്കല്പങ്ങൾക്ക് അതീതനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇടപെടുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല പറഞ്ഞു, മാലിക്കേ, നരകത്തിന്റെ തീനാളം എടുക്കുക, എന്നിട്ടതിനെ വിഭജിക്കുക. അത് വിഭജിക്കപ്പെടട്ടെ. അത് വിഭജിക്കപ്പെട്ട് അവസാനം അതിന്റെ അവസാനത്തെ ഒരു ചെറിയ പൊട്ടുണ്ടല്ലോ, മിസ്ഖാലു ദർറ, ഇനി വിഭജിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അവസാനത്തെ പൊട്ട്, ആ അവസാനത്തെ പൊട്ടെടുത്ത് ദുനിയാവിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർദ്ദേശം നൽകുമ്പോ നരകത്തിന്റെ തീനാളം എടുത്തുകൊണ്ട് വിഭജിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവസാനം അതിന്റെ ചെറിയൊരു തീപ്പൊട്ടെടുക്കുന്നു. ഇനി വിഭജിക്കാൻ കഴിയാത്ത ചെറിയൊരു തീപ്പൊട്ടെടുത്തിട്ട് ആ തീപ്പൊട്ട് നേരെ ദുനിയാവിലേക്ക് കൊണ്ടുവന്നില്ല. അത് നേരെ കൊണ്ടുപോയി അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ സമുദ്രത്തിന്റെ ഉള്ളറയിലിട്ട് മുക്കിയെടുക്കുന്നു.